ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസം മുമ്പ്, ഏകദേശം ഒരു 1-2 ആഴ്ച മുമ്പ് ഞാൻ ഇതിന്റെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിരുന്ന ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. അതിന്റെ അപ്ലൈ ചെയ്യാനുള്ള അവസരം വന്നിട്ടുണ്ട്. ഓക്കെ, 4-ാം തീയതി മുതലാണ് അപ്ലൈ ചെയ്യാൻ വന്നിരിക്കുന്നത്. UPPSC ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റിലേക്ക് വേണ്ടിയിട്ടുള്ള വേക്കൻസി നോട്ടിഫിക്കേഷനാണ് വന്നിരിക്കുന്നത്. അപ്ലൈ ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് ഇവിടെ അറിയേണ്ടത് എത്ര പോസ്റ്റ് ഉണ്ട്, ഓക്കെ, എന്താണ് ബേസിക് ക്വാളിഫിക്കേഷൻസ്, എന്തെല്ലാം വിഷയങ്ങളിലേക്ക് ഈ അസിസ്റ്റന്റ് പ്രൊഫസർ പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, ഇനി ഏറ്റവും കൂടുതൽ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് ഏതൊക്കെയാണ്, പിന്നെ ആപ്ലിക്കേഷന്റെ ഫീ എത്രയാണ്, ബാക്കിയുള്ള ക്രൈറ്റീരിയകൾ എന്തൊക്കെയാണ്, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ചർച്ച ചെയ്യാൻ പോകുന്നത്. പെട്ടെന്ന് ഞാൻ അങ്ങ് പറഞ്ഞു തീർക്കും, ബാക്കി നിങ്ങൾ തന്നെ ഡീറ്റെയിൽ ആയിട്ട് നോക്കി ചെക്ക് ചെയ്തെടുക്കേണ്ടതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ കയറേണ്ട UPPSC.up.nic.in അല്ലെങ്കിൽ UP ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷൻ എന്ന് കൊടുത്താൽ മതി. ഇതിനെപ്പറ്റി ധാരാളം വീഡിയോസ് ഞാൻ ചെയ്തിട്ടുണ്ട്. OTR എങ്ങനെ രജിസ്റ്റർ ചെയ്യാം, OTR എങ്ങനെ ചെയ്യണം എന്നൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ അവിടെ ലൈവ് അവിടെ കൊടുത്തില്ല. ഒന്നാമത് തന്നെ റിക്രൂട്ട്മെന്റ് ലൈവ് അഡ്വർടൈസ്മെന്റ്. ക്ലിക്ക് ടു അപ്ലൈ ഫോർ അഡ്വർടൈസ്മെന്റ് നമ്പർ 7E1/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഇൻ ഗവൺമെന്റ് ഡിഗ്രി കോളേജ് എക്സാമിനേഷൻ എന്ന് പറഞ്ഞത് അവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ഒരു പേജിലേക്ക് വരും. ഓക്കെ, അതിൽ ഈ പേജിലേക്ക് വരുന്ന സമയത്ത് തന്നെ ഇവിടെ നിങ്ങൾക്ക് ഓരോന്നിലും, അതായത് ഗവൺമെന്റ് ഡിഗ്രി കോളേജ് UP എക്സാമിനേഷൻ എന്ന് പറഞ്ഞുള്ള ഒരു നോട്ടിഫിക്കേഷൻ ഉണ്ട്. ലെക്ചറർ മെയിൽ ആൻഡ് ഫീമെയിൽ ഗവൺമെന്റ് ഇന്റർ കോളേജ് എക്സാമിനേഷൻ ഉണ്ട്. അസിസ്റ്റന്റ് ടീച്ചർ ട്രെയിൻഡ് ഗ്രാജുവേറ്റ് ടീച്ചർ എക്സാമിനേഷൻ. ഇത് മൂന്നും ഇതെല്ലാം ഞാൻ നോട്ടിഫിക്കേഷൻ ഞാൻ ഓൾറെഡി വീഡിയോ ചെയ്തിട്ടുള്ളതാണ്, പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് വേണ്ടത് ആദ്യത്തെയാണ് 7E1/2025. ഇത് രണ്ടും ഓൾറെഡി ലാസ്റ്റ് ഡേറ്റ് 12-ാം തീയതി വരെയാണ് കേട്ടോ. ഈ മാസം 12-ാം തീയതി വരെയാണ് ലെക്ചററും അതുപോലെ അസിസ്റ്റന്റ് ടീച്ചറിനും അപ്ലൈ ചെയ്യാൻ ലാസ്റ്റ് ഡേറ്റ്. അതിന്റെ നോട്ടിഫിക്കേഷൻ കാര്യം ഇവിടെ കിടക്കുന്നുണ്ട്. നമുക്ക് വേണ്ടത് ഇതാണ്. ഇതിന്റെ അപ്ലൈ ചെയ്യാൻ 4/9/2025 to 6/10/2020 അടുത്ത മാസം 10-ാം തീയതി വരെയുണ്ട് കേട്ടോ. ഒക്ടോബർ 10-ാം തീയതി വരെയാണ് ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ്. ഫീ ഡെപ്പോസിഷനും 6-ാം തീയതി തന്നെയാണ്. പിന്നെ റീകൺസിലേഷൻ എന്ന് പറയുന്നത് 13-ാം തീയതി വരെയുണ്ട്. മോഡിഫിക്കേഷൻ 4/9 to 13/10/2025 വരെയുണ്ട്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ അഡ്വർടൈസ്മെന്റിലേക്ക് പോവാം. അഡ്വർടൈസ്മെന്റിലേക്ക് പോകുമ്പോഴത്തേക്ക് ഇവിടെ ഹിന്ദി ഇംഗ്ലീഷ് നോക്കിക്കഴിഞ്ഞാൽ ഇതാണ് അഡ്വർടൈസ്മെന്റ് എന്ന് പറയുന്നത്. കാണാമെന്ന് കരുതുന്നു. ചെറിയ ലെറ്റേഴ്സിലാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, അതായത് എംപ്ലോയി ന്യൂസിൽ വന്ന വാർത്ത ആണ് അവരുടെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ഇട്ടിരിക്കുന്നത്. ഓക്കെ, ഉത്തർപ്രദേശ് പബ്ലിക് സർവീസ് കമ്മീഷന്റെ നോട്ടിഫിക്കേഷൻ A7/E 1/2025 ഡേറ്റ് 4/9/2025 അസിസ്റ്റന്റ് പ്രൊഫസർ ഗവൺമെന്റ് ഡിഗ്രി കോളേജ് എക്സാമിനേഷൻ 2025. ഓക്കെ, അപ്പം 6/10/2025 വരെയാണ് ലാസ്റ്റ് ഡേറ്റ്. ഇത് അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത്. നമുക്കിതിൽ പ്രധാനമായിട്ടും കാണേണ്ടത് എത്രത്തോളം പോസ്റ്റ് ഉണ്ട്. 1250 വേക്കൻസീസ് ഉണ്ട്. ആദ്യം നമ്മൾ നോക്കേണ്ടത് ഏതിനൊക്കെയാണ് അപ്ലൈ വിളിച്ചിരിക്കുന്നത് നോക്കാം. ഓക്കെ, വിളിച്ചിരിക്കുന്ന പോസ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നോക്കാം. അതിനുശേഷം നമുക്ക് എലിജിബിലിറ്റിയിലേക്ക് വരാം. ഓക്കെ, എല്ലാം വളരെ വിശദമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. സിലബസ് ഉൾപ്പെടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ സിലബസും കാര്യങ്ങളൊന്നും പറയുന്നില്ല. നിങ്ങൾ ഇത് ഡൗൺലോഡ് ചെയ്തെടുത്ത് വായിച്ച് മനസ്സിലാക്കി എടുക്കുക, സിലബസും കാര്യങ്ങളൊക്കെ. ഇനി നിങ്ങൾക്ക് ഇതിന്റെ സിലബസ്, സ്ട്രക്ചർ, എക്സാം പാറ്റേൺ കാര്യങ്ങളൊക്കെ വിശദമായിട്ട് അറിയണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ഏതാണ് വേണ്ടത്, ഏത് സബ്ജക്റ്റിനെ കുറിച്ചുള്ളതാണ് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകമായിട്ടുള്ള വീഡിയോ, എക്സാം പാറ്റേൺസും കാര്യങ്ങളും ചെയ്തു തരാം. ഓക്കെ, അപ്പൊ നോക്കിയോ, നമ്മുടെ വേക്കൻസീസ് ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, ഡ്രോയിങ് ആൻഡ് പെയിന്റിംഗ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, മാത്തമെറ്റിക്സ്, മിലിറ്ററി സയൻസ്, ഫിലോസഫി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, മ്യൂസിക്, അതുപോലെ തന്നെ മ്യൂസിക്, സിത്താറുണ്ട്, വോക്കലുണ്ട്, തബലയുണ്ട്, സംസ്കൃതം,
സോഷ്യോളജി, ഉറുദു, സുവോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ്, പേർഷ്യൻ, ഇത്രയും പോസ്റ്റുകളിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. മൊത്തം വേക്കൻസി 1253 വേക്കൻസീസ് ആണ് വിളിച്ചിരിക്കുന്നത്. ഓക്കെ, അതിൽ ഏറ്റവും കൂടുതൽ പോസ്റ്റ് വിളിച്ചിരിക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒന്ന് കൊമേഴ്സ് 157 വേക്കൻസീസ് ആണ് കൊമേഴ്സ് വിളിച്ചിരിക്കുന്നത്. ബാക്കി നോക്കുമ്പോൾ ബാക്കിയുള്ളത് ഒരു 3 അക്കം കടന്നിട്ടുള്ളത് ഒന്നുമില്ല, 3 അക്കം കടന്നിട്ടുള്ളത് ഒന്നുമില്ല ബാക്കിയുള്ളത്. ബാക്കി പിന്നെ ബോട്ടണി 79, കെമിസ്ട്രി 87, ഹിന്ദി 87, മാത്തമെറ്റിക്സ് 79, ഹിസ്റ്ററി 58, അതുപോലെ തന്നെ ഇംഗ്ലീഷ് 92, എഡ്യൂക്കേഷൻ 61, എഡ്യൂക്കേഷൻ 14, എക്കണോമിക്സ് 61, പൊളിറ്റിക്കൽ സയൻസ് 50. അങ്ങനെ എല്ലാം ഏകദേശം വളരെ കുറവുള്ളത് ഈ മ്യൂസിക് പോലുള്ള പോസ്റ്റുകൾക്കാണ് കുറവുള്ളത്. ബാക്കിയെല്ലാം ഏകദേശമൊക്കെ 50-ന് മുകളിലുള്ള പോസ്റ്റാണ് വിളിച്ചിരിക്കുന്നത് കേട്ടോ. സുവോളജി 79. ഓക്കെ, അപ്പൊ വളരെ വലിയൊരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. പിന്നെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഇത് അപ്ലൈ ചെയ്യുമ്പോൾ അതർ സ്റ്റേറ്റിന്റെ PSCs നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ OTR ഓൺലൈൻ രജിസ്ട്രേഷൻ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് വീഡിയോ നമ്മൾ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതിനുശേഷമാണ് അപ്ലൈ ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾക്ക് നമ്മൾ അതർ സ്റ്റേറ്റുകാര് ഇവിടെ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് റിസർവേഷൻ ലഭിക്കത്തില്ല. മുമ്പ് പല വീഡിയോകളിലും പറഞ്ഞിട്ടുള്ളതാണ്. നമ്മൾ ജനറൽ ആയിട്ടായിരിക്കും അപ്ലൈ ചെയ്യേണ്ടത്, ജനറൽ കാറ്റഗറിയിലായിരിക്കും നമ്മൾ അപ്ലൈ ചെയ്യേണ്ടി വരുന്നത്. ഓക്കെ, വളരെ വലിയ ഒരു ഓപ്പർച്യൂണിറ്റീസ് ആണ്. ഒരിക്കലും നിങ്ങളത് നഷ്ടപ്പെടുത്തരുത്. ഓക്കെ, താല്പര്യമുള്ളവർ, ആ ക്വാളിഫിക്കേഷൻ ഉള്ളവര് തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യുക. ഇനി ബേസിക് ആയിട്ടുള്ള ക്വാളിഫിക്കേഷൻ പറയാം. അക്കാഡമിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഫോർ ദ ഡിസിപ്ലിൻ ഓഫ് ദ ബോട്ടണി, കെമിസ്ട്രി, കൊമേഴ്സ്, എക്കണോമിക്സ്, എഡ്യൂക്കേഷൻ, ഇംഗ്ലീഷ്, ജിയോഗ്രഫി, ഹിന്ദി, ഹിസ്റ്ററി, ഹോം സയൻസ്, മാത്തമെറ്റിക്സ്, മിലിറ്ററി സയൻസ്, ഡിഫൻസ് സ്റ്റഡീസ്, ഫിലോസഫി, ഫിസിക്കൽ എഡ്യൂക്കേഷൻ, ഫിസിക്സ്, പൊളിറ്റിക്കൽ സയൻസ്, സൈക്കോളജി, സംസ്കൃത്, സോഷ്യോളജി, ഉറുദു, സുവോളജി, സ്റ്റാറ്റിസ്റ്റിക്സ്, കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് പേർഷ്യൻ. എലിജിബിലിറ്റി A or B ആണ്. A എന്ന് പറയുന്നത് നിങ്ങളുടെ PG മാസ്റ്റർ ഡിഗ്രി വിത്ത് 55% മാർക്ക് ആണ് ഒന്നാമത്തെ ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അതില് രണ്ടാമതായിട്ടുള്ളത് അതിന്റെ കൂടെ നിങ്ങൾക്ക് നെറ്റ് അല്ലെങ്കിൽ നെറ്റ് വിത്ത് JRF അല്ലെങ്കിൽ അതർ സ്റ്റേറ്റുകാരാണെങ്കിൽ സ്ലെറ്റോ സെറ്റോ, അതായത് ഞാൻ പല വീഡിയോകളിലും പറഞ്ഞിട്ടുണ്ട്, മറ്റു സ്റ്റേറ്റുകളിലേക്ക് ഇപ്പൊ ഗുജറാത്ത്, അതുപോലെ തന്നെ UP ആയിരുന്നാലും വെസ്റ്റ് ബംഗാൾ ആയിരുന്നാലും കർണാടക ആയിരുന്നാലും അവർക്ക് സെറ്റ് നടത്തുന്നുണ്ട്. സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ കേരളത്തിലെ സെറ്റ് പോലെയല്ല, അത് അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള സെറ്റ് ആണ്. സെറ്റും സ്ലെറ്റും അങ്ങനെയുള്ളവർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പിന്നെ ബാക്കിയുള്ള ഹയർ ക്വാളിഫിക്കേഷൻ PhD ഒക്കെ. രണ്ടാമത്തത് PhD ഡിഗ്രി ഹാസ് ബീൻ ഒബ്റ്റൈൻഡ് ഫ്രം ദ ഫോറിൻ യൂണിവേഴ്സിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ വിത്ത് എ റാങ്കിങ് എമംഗ് ടോപ്പ് ടു 500 ഇൻ ദ വേൾഡ് യൂണിവേഴ്സിറ്റി റാങ്കിങ് അറ്റ് എനി ടൈം ബൈ വൺ ഓഫ് ദ ഫോളോവിങ്. അതായത് നിങ്ങൾക്ക് നെറ്റ് ഇല്ലെങ്കിലും ഡയറക്റ്റ് PhD ഉണ്ടെങ്കിലും അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പം പ്രധാനമായിട്ടും 2 ക്വാളിഫിക്കേഷനുകളാണ് ഇവിടെ പറയുന്നത്. ഒന്ന്, നിങ്ങൾക്ക് എന്ത് വേണം, നെറ്റ് PGക്ക് 55% മാർക്കും നെറ്റും, അല്ലെങ്കിൽ JRF അല്ലെങ്കിൽ സെറ്റ് അല്ലെങ്കിൽ സെറ്റ്. ഓക്കെ, രണ്ടാമത്തെ ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് നെറ്റോ സ്ലെറ്റോ സെറ്റോ ഒന്നും ഇല്ലെങ്കിലും ഡയറക്റ്റ് PhDക്കാർക്കും ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമുക്കൊന്ന് ഏജ് റിലാക്സേഷനോ കാര്യങ്ങളോ അങ്ങനെയൊന്നും കിട്ടത്തില്ല. നോർമൽ ആയിട്ടുള്ള ഏജും കാര്യങ്ങളൊക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, ഏജ് ലിമിറ്റ്, കാൻഡിഡേറ്റ്സ് മസ്റ്റ് ഹാവ് അറ്റൈൻഡ് ദ ഏജ് 21 years ആൻഡ് മസ്റ്റ് നോട്ട് ഹാവ് ക്രോസ് ദ ഏജ് ഓഫ് 40. 21-നും 40-നും 40 എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് 41 വയസ്സാകാൻ പോകുന്നുണ്ടെങ്കിൽ അതുവരെ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. അതായത് 42 വയസ്സാകാൻ പോകാൻ ഒരു ദിവസം ഉള്ളപ്പോൾ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പൊ 40 വയസ്സാണ് കേട്ടോ. ഓക്കെ, 40 വയസ്സാണ് മാക്സിമം ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. പിന്നെ റിട്ടൺ എക്സാംസ് കാര്യങ്ങളുണ്ട്. റിട്ടൺ എക്സാംസ് ആണ്. ഓൺലി സച്ച് കാൻഡിഡേറ്റ്സ് അഡ്മിറ്റഡ്. അതായത് ഇനി ഫീസാണ്, ഫീസിന്റെ കാര്യമാണ് പറയേണ്ടത്. അൺറിസർവ്ഡ് ജനറൽ എക്കണോമിക്കലി വീക്കർ സെക്ഷൻസ് അതർ ബാക്ക്വേർഡ് ക്ലാസസ് ആൻഡ് കാൻഡിഡേറ്റ്സ് അതർ സ്റ്റേറ്റ്സ് 200 ആണ്. 200 രൂപയാണ് കേട്ടോ നമ്മുടെ രജിസ്ട്രേഷൻ ഫീസ് എന്ന് പറയുന്നത്. 200 രൂപയാണ് ഇത് അടയ്ക്കേണ്ടത്. പിന്നെ RS25 ആസ് എ ഓൺലൈൻ പ്രോസസിംഗ് ഫീസ്. അങ്ങനെ ഫീസ് മൊത്തത്തിൽ 225 കേട്ടോ. നമുക്ക് ജനറലിന്, അതായത് അതർ സ്റ്റേറ്റുകാർക്കെല്ലാം 225 രൂപയാണ്. UPക്കാർക്ക് വളരെ കുറഞ്ഞ ഫീസേ ഉള്ളൂ. നമുക്കത് മാത്രം അറിഞ്ഞാൽ മതിയല്ലോ. ഇനി പറഞ്ഞു തരേണ്ടത് വേറെ പ്രത്യേകിച്ച് ഇനി പറഞ്ഞ സിലബസ്, എക്സാം പാറ്റേൺ കാര്യങ്ങളെല്ലാം
ഡീറ്റെയിൽ ആയിട്ട് സെപ്പറേറ്റ് ആയിട്ട് ഒരു വീഡിയോ ആയിട്ട് ചെയ്തു തരാം. കാരണം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് നീണ്ടുപോകും. അപ്പൊ അതിന്റെ വ്യക്തമായിട്ടുള്ള ഓരോ സബ്ജക്റ്റിന്റെയും സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഈ നോട്ടിഫിക്കേഷനിൽ തന്നെ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഓരോന്നിന്റെയും സിലബസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പഠിക്കാനുള്ള എന്താണെന്നുള്ളത്. അപ്പൊ ഇത് വ്യക്തമായിട്ട് എന്തെങ്കിലും സബ്ജക്റ്റിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട് കഴിഞ്ഞാൽ ആ വീഡിയോ ചെയ്തു തരാവുന്നതാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓക്കെ, എല്ലാം ക്ലിയർ ആയത് കരുതുന്നു. അപ്പൊ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ക്വാളിഫൈഡ് ആയിട്ടുള്ളവര്, പി ജിക്ക് 50% മാർക്ക് നെറ്റ് ഉള്ളവരോ, ഡയറക്റ്റ് പി എച്ച് ഡി ഉള്ളവരോ, സ്ലെറ്റ് ഉള്ളവരോ, അതർ സ്റ്റേറ്റിന്റെ സെറ്റ് പാസ്സായിട്ടുള്ളവർക്കൊക്കെ എന്ത് ചെയ്യാം, ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുണ്ടായിരുന്നത്. അപ്പൊ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക. ഓക്കെ, അപ്ലൈ ചെയ്യാനായിട്ടുള്ള ഫോമാറ്റും കാര്യങ്ങളൊക്കെ ആദ്യമായിട്ട് OTR ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു ചാനലിൽ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾ അത് നോക്കിയിട്ട് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക. മറ്റുള്ളവർക്ക് തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ. നിങ്ങൾ ഒരുപക്ഷെ ലൈക്ക് ചെയ്തില്ലെങ്കിലും ഷെയർ ചെയ്യാനായിട്ടുള്ള ശ്രമം നിങ്ങൾ നടത്തുക. ചാനൽ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ KVS, NVS, EMRS, AES, അതുപോലെ തന്നെ CTET, അതുപോലെ തന്നെ ഫിഷറീസ് അസിസ്റ്റന്റ്, LPP ലോങ് ടേം എന്നീ കോഴ്സുകളിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഇതിന്റെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ കൊടുത്തിട്ടുണ്ട്, അതിലൂടെ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. അല്ലെങ്കിൽ താഴെ സ്ക്രോൾ ചെയ്യുന്ന നമ്പറിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചോ വാട്സ്ആപ്പ് മെസ്സേജ് വഴിയോ നിങ്ങൾക്ക് അന്വേഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പം എല്ലാവർക്കും വളരെയധികം നന്ദി. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.